അതിൽ ജീവിക്കാൻ പഠിക്കുക, സത്യത്തിൽ ഇരിക്കാൻ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. തുടക്കത്തിൽ നമ്മൾ പറയുന്നുണ്ട് ഭാഗവതത്തിലെ, കാരണം പിന്നീട് വരുന്ന ഭാഗവതത്തിൻ്റെ എല്ലാ കഥകളിൽ കൂടി ഉപദേശങ്ങളായും ഒക്കെ ഇതിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്, ഇതിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് 18,000 ശ്ലോകം 335 അധ്യായം 12 സ്കന്ധങ്ങളിലായിട്ട് നമുക്ക് പറഞ്ഞു തരും. അപ്പം ഇത് അവസാനം പറയുന്നുണ്ട്, നിങ്ങൾ ഇതിലിരിക്കുക, അത്രയും കേട്ടിട്ടും ഇനി നിങ്ങൾ അതിലിരിക്കാൻ പറഞ്ഞ അവസാനം സത്യം പരം ധീമഹി എന്ന് പറയും. അപ്പം ആ സത്യത്തിനെ ആ രൂപത്തിൽ നമ്മൾ കുറച്ച് നേരം ഇരിക്കാൻ എന്താ വീട്ടിലിരുന്നൂടെ എന്ന് പറയും. ഭാഗവതത്തിലെ വീടിനെ പറ്റി പറയുന്നത് പൊട്ടക്കിണറെന്നാണ്. കാരണം നമ്മുടെ നാട്ടിൽ പണ്ടൊക്കെ പൊട്ടക്കിണറുണ്ടായിരുന്നു അല്ലേ, സാധനങ്ങൾ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ കൊണ്ടിടുന്ന സ്ഥലം. ഇന്ന് കലികാലത്തിലെ വീടിനെ പറ്റി ഭാഗവതത്തിൽ പറയുന്നത്, വേദവ്യാസം പറയുന്നതാണ്, ആ പൊട്ടക്കിണറിൽ ഇരുന്നിട്ട് നിങ്ങൾക്ക് ഒരിക്കലും സത്യത്തെ മനസ്സിലാക്കാൻ പറ്റില്ല, ഭാഗവതത്തിൽ പറയുന്നത് കേട്ടോ, മനസ്സിലായോ? അതുപോലെ ഇപ്പോൾ അമൃതാനന്ദമയ അമ്മ പറയാം, ചന്തയ്ക്ക് സമാനം പറയും, ചന്ത. ആ ചന്തയിൽ ഇരുന്ന് ധ്യാനിക്കണം പറയും. ചന്ത എന്താ? പലവിധ ആൾക്കാരിലെ പലതരം സാധനങ്ങൾ കൊടുന്ന് വിൽക്കും. ചന്തയിൽ പോയാൽ നമുക്ക് അവരവരെ സാധനത്തെ കുറിച്ച് വിളിച്ചു പോകും. അപ്പം അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് നമുക്ക് സത്യത്തെ ധ്യാനിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ക്ഷേത്രങ്ങളാണ് ഈ സത്സംഗത്തിന് പറ്റിയത്. അല്ലെങ്കിൽ സജ്ജനങ്ങൾ കൂടിയിരുന്ന് കുറച്ചു നേരം ആത്മീയ കാര്യങ്ങളെ ചിന്തിക്കാനും അതിൽ ഉറയ്ക്കാനും ആത്മലയം ഉണ്ടാക്കാനും ശ്രമിക്കണം. അതിന് വീട് വിട്ടുപോവുക. പണ്ടൊക്കെ വാനപ്രസ്ഥായ എന്തുകൊണ്ടാണ് ആരും മക്കളിലും പേരക്കുട്ടിയോട് കൂടി ഇരുന്നിട്ടില്ല. ഇപ്പോൾ ഭാഗവതത്തിൽ ഏത് രാജാക്കന്മാരായാലും മക്കളെ രാജാവാക്കി അപ്പം ഇറങ്ങി കാട്ടി ഇല്ലേ, അവർക്കൊക്കെ പിന്നെ സുഖമായിട്ട് ഇരുന്നൂടെ, ആരും സുഖമായിട്ട് ഇരിക്കുന്നില്ല. നമ്മുടെ ഇപ്പോൾ വാനപ്രസ്ഥത്തിലാണ് ഇപ്പോൾ ഗൃഹസ്ഥാശ്രമം തുടങ്ങുന്നത് അല്ലേ, കുട്ടികൾ വലുതായ പിന്നെ പേരക്കുട്ടികളായി. അപ്പോൾ നമ്മുടെ ജീവിതം ഇപ്പോഴും അവസാനം വരെ ഈ കുടുംബത്തിലാണ്. അപ്പോൾ കുടുംബത്തിൽ ഇരുന്നുകൊണ്ട് ഒരിക്കലും ഇത് പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ ക്ഷേത്രങ്ങൾ അതാണ് വേണ്ടത്. നമുക്ക് ഹിന്ദുക്കൾക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ് ക്ഷേത്രാചാരത്തിൽ വെറും വഴിപാടും തൊഴുകലും മാത്രമേ. നമ്മളതിൻ്റെ തത്വത്തെ മനസ്സിലാക്കാൻ ഇതുവരെ ശ്രമിച്ചിട്ടില്ല. കാരണം ക്ഷേത്രങ്ങളിൽ പോയാൽ സ്വാമി പറയും, നമുക്ക് ഈ പ്രാർത്ഥന പറഞ്ഞ ചില വാക്കുകളാണ് തെറ്റിദ്ധരി. പ്രാർത്ഥിക്കാൻ പറയും. പ്രാർത്ഥനയല്ല വേണ്ടത്, പരിശീലനമാണ് വേണ്ടത്, സാധനയാണ് വേണ്ടത്. നമ്മൾ പ്രകർഷനെ അർത്ഥിക്കുക, നമ്മളവിടെ പോയിട്ട് ആഗ്രഹിക്കുക, എന്നും നിവേദനങ്ങളാണ് അല്ലേ. പ്രാർത്ഥന പറഞ്ഞ ഒരു തരത്തിൽ നമ്മുടെ അപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ നിവേദനങ്ങളാണ്. നമുക്ക് അർഹതയാണ് വേണ്ടത്. നിങ്ങൾ പ്രാർത്ഥിക്കാൻ അല്ലെങ്കിൽ നിങ്ങൾ നിവേദനം കൊടുക്കാൻ അർഹതയാണോ എന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. നമ്മളങ്ങനെ കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അതിന് നമ്മൾ നമ്മുടെ കഴിവിനനുസരിച്ച് കൈക്കൂലിയും കൊടുക്കുന്നുണ്ട്. അതൊരു കണക്കിന് അതാണ്. ക്ഷേത്രങ്ങൾക്ക് പൈസ കൊടുക്കണം. കാരണം ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഊർജ കേന്ദ്രങ്ങളാണ്. നമുക്ക് കിട്ടുന്ന ആ ഊർജത്തെ കിട്ടുന്ന സ്ഥലങ്ങളാണ് ക്ഷേത്രങ്ങൾ. അപ്പോൾ ക്ഷേത്ര മര്യാദകളും അവിടുത്തെ പൂജാദികളും തന്ത്രങ്ങളും നടന്നാലാണ് ഊർജത്തെ നിലനിർത്താൻ പറ്റും. അപ്പോൾ അവിടെയുള്ള പുഷ്പാഞ്ജലി കഴിക്കണം. കാരണം ആ പുഷ്പങ്ങളെ മന്ത്രം ജപിച്ച് അർച്ചിക്കുമ്പോഴാണ് ആ വിഗ്രഹത്തിന് ആ ശക്തി കിട്ടുക. പക്ഷെ നമ്മളാ മുമ്പിലിരുന്ന് നമ്മുടെ മാനസ പുഷ്പം നമ്മളും അർച്ചിക്കണം. എല്ലാവർക്കും വിഗ്രഹത്തിനടുത്ത് പോകാൻ പറ്റുമോ? അപ്പോൾ അതിനൊരാളെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോകണം. നമ്മളത് ചെയ്യില്ല. അപ്പോൾ അമേരിക്കയിൽ ഇരുന്നിട്ട് ഇന്ത്യയിൽ പുഷ്പം അതിൽ കിടക്കും. നമ്മൾ പൈസ കൊടുത്ത് ഏർപ്പാടിയാണ്. അപ്പം അങ്ങനെ കുറേ തെറ്റായ ആചാരങ്ങളിൽ പറ്റിക്കൊണ്ടാണ് ന്യൂ ജനറേഷനിലേക്ക് വളരെ വിമുഖത കാണിച്ചിട്ടില്ലേ. അവർ മുഴുവൻ തെറ്റ്, അവർക്ക് ഇതൊക്കെ ആലോചിക്കുകയാണ്. അവർ ബുദ്ധിപൂർവ്വം ചിന്തിക്കുന്ന ജനതയാണ്. നമ്മുടെ സനാതന ധർമ്മത്തിനെ ഇന്ന് വെസ്റ്റേൺ കൺട്രീസ്